നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ കരിയറിൽ വന്ന ഉയർച്ചകളും താഴ്ചകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വർഷം 1992. കമൽ സംവിധാനം ചെയ്ത എന്നോടിഷ്ടം കൂടാമോ എന്ന പടത്തിലാണ് ദിലീപേട്ടൻ്റെ ആദ്യത്തെ എൻട്രി. താരരാജാക്കന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെല്ലാം പീക്ക് സമയത്ത് നിൽക്കുന്ന സമയത്തും അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ മുകളിൽ കട്ടക്ക് പിടിച്ചു നിന്ന ഒരു നടനാണ് ദിലീപ്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും എല്ലാവരും താരരാജാക്കന്മാരായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ദിലീപിനെ എല്ലാവരും സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു കണ്ടിരുന്നത്. പഞ്ചാബി ഹൗസ് 1998, ഈ പറക്കും തളിക 2001, മീശമാധവൻ കല്യാണരാമൻ 2002, സേഡി മൂസ 2003 എന്നിവയെല്ലാമാണ് എൻ്റെ ഫേവറേറ്റ് ദിലീപ് മൂവീസ്. എന്നാൽ വർഷം 2017 എല്ലാം മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. പ്രമുഖ നടിയെ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്തു എന്ന കേസിൽ 90 ദിവസത്തോളം റിമാൻഡിൽ കിടക്കേണ്ടി വന്നു ദിലീപിന്. ഈ കേസിൻ്റെ സത്യാവസ്ഥ എന്തായെന്ന് എനിക്ക് ഇന്നും അറിയില്ല. ഈ കേസ് വന്ന ശേഷം പുള്ളിയുടെ കോൺഫിഡൻസ് കുത്തനെ ഇടിഞ്ഞു പോയതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പവി കെയർടേക്കർ, വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര, കേശു ഈ വീടിൻ്റെ നാഥൻ, ഇതെല്ലാം അതിനുശേഷം ദിലീപേട്ടൻ പൊട്ടിച്ച ബോംബുകളാണ്. ഇവയെല്ലാം സാമ്പത്തികമായി പരാജയമാണെങ്കിലും പെർഫോമൻസും 5 പൈസക്കില്ലായിരുന്നു. പേഴ്സണലി അതിലെ കോമഡികളൊന്നും എനിക്ക് വർക്കായിട്ടില്ല. ഇനി ദിലീപേട്ടൻ ഇതുപോലെയുള്ള ഔട്ട്ഡേറ്റഡ് കോമഡികൾ പറയുന്ന പടങ്ങൾ നിർത്തി രാമലീല പോലെ പല വിഭാഗത്തിൽപ്പെടുന്ന സിനിമകൾ ചെയ്യുന്നതാവും നന്നാവുക. അതിനൊരു ഉദാഹരണമാണ് കുഞ്ചാക്കോ ബോബൻ. പുള്ളി എല്ലാ തരം സിനിമകളും ചെയ്യും. ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയൊക്കെ സീരിയസ് ആയിട്ട് കോമഡിയൊന്നും കുത്തിക്കയറ്റാതെ ചെയ്താൽ ദിലീപേട്ടൻ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ദിലീപേട്ടന് പഴയതുപോലെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.